ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം മഴയായതുകൊണ്ടാണ്, നമ്മുടെ മൺസൂൺ കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളും പറമ്പും നമ്മുടെ ചട്ടികളിലും എല്ലാം പുല്ല് കയറി നിറഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ വലിയൊരു തലവേദനയെന്ന് പറയുന്നത്. കാരണം നിറയെ കള നിറഞ്ഞ് നമ്മൾ നട്ടുവെക്കുന്ന ചെടികൾക്ക് അതിൻ്റെ ന്യൂട്രിയൻസ് കിട്ടാതെ ഫുള്ള് കളകൾ കയറി ചെടിയും അതുപോലെ തന്നെ കൃഷിയെല്ലാം നശിച്ചു പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ചെയ്യേണ്ട മെയിനായിട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ കളകൾ പറിച്ച് നീക്കം ചെയ്യുക. കളകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുല്ലാണ് കേട്ടോ. അതായത് നമ്മൾ നട്ടു വെക്കാതെ തന്നെ കിളിച്ച് വരുന്ന വേറെ പുല്ല് അതുണ്ടല്ലോ, അതിനാണ് കളകളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീഡ്സ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ സമയാസമയങ്ങളിൽ പറിച്ചു മാറ്റേണ്ട ഏറ്റവും ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചട്ടിയിൽ, അതായത് ചെടിയൊക്കെ നമ്മൾ സാധാരണ വെക്കുന്നത് ചെറിയൊരു ചട്ടിയിൽ കുറച്ച് മണ്ണ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നിറയെ ഈ പുല്ല് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നശിച്ചു പോവുകയും ചെയ്യും. ആ പുല്ല് നിറച്ച് ഈ മണ്ണിലുള്ള ന്യൂട്രിയൻസ് മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. ചെടികളുടെ ആരോഗ്യം അങ്ങ് ഇല്ലാതായി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിയിലുള്ള പുല്ലൊക്കെ പറിച്ച് കളയുക. പിന്നെ പറിച്ച് കളഞ്ഞതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും ഇതുപോലെ ചട്ടിയിലൊക്കെ ആമ്പലൊക്കെ വെക്കാറുണ്ടല്ലോ. ആമ്പൽ വെക്കുമ്പോൾ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ നിറയെ കൊതുകുകൾ വന്ന് മുട്ടയിട്ട് പെറ്റ് പെരുകും. അപ്പോൾ അത് മലേറിയ, ഡെങ്കു ഇതുപോലുള്ള മാരകമായ അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം കറക്റ്റ്, കൊതുകൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് മാത്രമല്ല, നമ്മുടെ പറമ്പിലൊക്കെ ഒരു കുപ്പിയുടെ അടപ്പ് വെള്ളം ഇരുന്നാൽ തന്നെ അതിൽ മലേറിയയും ഡെങ്കു പോലുള്ള കൊതുകുകൾ വന്ന് പെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് പറമ്പിലും മുറ്റത്തും ഒക്കെയുള്ള ചെറിയ ചെറിയ കുപ്പികളിലോ ചിരട്ടകളിലോ ഒക്കെ വെള്ളം നമ്മൾ തട്ടിക്കളയേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ കണ്ട ചെടിയാണ് നമ്മുടെ ബിഗോണിയ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബിഗോണിയ റെക്സ്. ഇതൊരു ഹാർട്ട് ഷേപ്പിലുള്ള ലീവ്സൊക്കെ ഉള്ളൊരു ചെടിയാണ്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ കെയറും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് എപ്പോഴും നല്ല മണ്ണ് നല്ല മോയിസ്റ്റായിട്ട് വേണം. എന്നാൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോവുകയും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് നമ്മുടെ ചെടി പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അത് വരാതെ ഒരു വെള്ളം കെട്ടി നിൽക്കാതെ മണ്ണിലെന്നാൽ ഒരു ഈർപ്പം നിലനിർത്തുകയും വേണം. പിന്നെ ഈ ചെടി വെക്കേണ്ടത് ഒരുപാടങ്ങ് വലിയ വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത്. എന്നാൽ വാമായിട്ടുള്ള നല്ല വെട്ടമൊക്കെ കിട്ടുന്നൊരു സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഈ ചട്ടിയിലുള്ള ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഴയത്ത് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ചട്ടികളിലൊക്കെ വെള്ളം നിറഞ്ഞു നിന്നിട്ട് ചെടിയുടെ ഇലയൊക്കെ ആണെങ്കിൽ അങ്ങ് മഞ്ഞിച്ചു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി വെള്ളത്തിൻ്റെ നല്ല പോലെ ഡ്രെയിനേജൊക്കെ ഉറപ്പ് വരുത്തുക എന്നുള്ളത് മറ്റൊരു കാര്യം കേട്ടോ. നമ്മുടെ അഗ്ലോനിമയൊക്കെ നല്ല അതിൻ്റെ ഇലയുടെ ആ ഫോളിയേജ് കാണാൻ എന്ത് ഭംഗിയല്ലേ. എനിക്കത് കാണാൻ ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ് അത്. അപ്പോൾ ഇത് കണ്ട, ഇതിൻ്റെ അകത്ത് നിറയെ കളകളായിട്ട് കിളിച്ച് നിൽക്കുന്ന നല്ല ആയുർവേദിക് പ്രോപ്പർട്ടീസ്, നല്ല മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഇതാണ് കീഴാർനെല്ലി എന്ന് പറയുന്ന ഇതാണ്. അത് കള പോലെ അങ്ങ് കിളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് പറിച്ച് കളയാനും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ആ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഓർത്തിട്ട് എന്നാൽ ഞാനത് പറിച്ച് കളയും കേട്ടോ. കാരണം നമ്മുടെ ചെടിയാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത്. എന്നാൽ കുറച്ചൊക്കെ അവിടെ നിർത്തുകയും ചെയ്യും. നമ്മുടെ ഓർക്കിഡ്സാണ് ഇത്, ഗ്രൗണ്ട് ഓർക്കിഡ്സാണ്. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ എനിക്കൊരു പർപ്പിൾ കളറും ഉണ്ട് കേട്ടോ. ഇത് ഒത്തിരി രസമാണ്. ഇതിൻ്റെ വൈറ്റ്, പർപ്പിൾ, ഇതിൻ്റെ പല കളറിലുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാത്രമേ പൂക്കളുള്ളത്. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ ഇത് കാണിച്ചത്. ഇതാണ് പർപ്പിൾ കളറിലുള്ളത്. ഇതിന് ഒരുപാട് കെയർ ഒന്നും വേണ്ട, പക്ഷേ അങ്ങ് നല്ല കാട് പോലെ കിളിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലും കണ്ടോ ഒരു വില്ലൻ വളർന്നു വരുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ അങ്ങ് പറിച്ച് കളഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ചെടി അത് വേരോടെ അതങ്ങ് ഉണങ്ങിപ്പോകുന്നത് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ തന്നെ ഇഷ്ടപ്പെടത്തില്ല. കാരണം എപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നാൽ അതൊരു ഇതാണല്ലോ, അത് വേറൊരു കാര്യമാണ്. പിന്നെ മാക്സിമം നമ്മുടെ ചെടികളെയൊക്കെ സംരക്ഷിക്കണമെന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടി ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതും കള തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കായ് കണ്ടോ, എന്തോ രസമാണെന്നറിയോ. ഇതിൻ്റെ ഒരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കിളിച്ച് വരുന്നത്. ഇതെന്താണ് സാധനം, ഇതിന് എന്തെങ്കിലും നല്ല ഗുണങ്ങളുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിങ്ങനെ കാട് പോലെ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മിനി വാട്ടർമെലണിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാനത് ഫുള്ളങ്ങ് പറിച്ച് കളയാണ്. ഇത് ഞാൻ പാഷൻ ഫ്രൂട്ട് വളർത്താൻ വേണ്ടി ഡ്രമ്മൊക്കെ കട്ട് ചെയ്ത് മണ്ണൊക്കെ നിറച്ചിങ്ങനെ വെച്ചതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നിറയെ കാട് കയറി വന്നുകൊണ്ട് പറിച്ച് കളഞ്ഞു. ഇതാണ് ഇത് നമ്മുടെ ആടലോടകമാണ് കേട്ടോ. ആടലോടകത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ. ഇത്
എത്ര മാറാത്ത ചുമയും മാറാനൊരു നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരെണ്ണമാണ് ഈ ആടലോടകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ചെടിക്കകത്ത് ഒരു കിളി വന്ന് കൂട് വെച്ചതാണ്. പക്ഷേങ്കിൽ രാവിലെ വന്ന് നോക്കിയപ്പോൾ ആ കിളിയുടെ കൂടെല്ലാം ഇങ്ങനെ തട്ടിമറിച്ച് ഇട്ട് എന്തെങ്കിലും ജീവികളാണോ എന്തുവാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇതേപോലെ ഫുള്ളങ്ങ് തട്ടിമറിച്ചിട്ട് അതിൻ്റെ കുഞ്ഞും ഇല്ല, ഒന്നുമില്ല. ഇനിയും കിളി തന്നെ പറന്നു പോയതാണോ എന്ന് കിളിയുടെ ആ കൂട് കണ്ടാൽ എത്ര കഷ്ടപ്പെട്ടായിരിക്കും അവർ ആ കൂടുണ്ടാക്കിയത്. പക്ഷേ എന്തോന്ന് അറിയത്തില്ല. മേ ബി പട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആണോന്നും അറിയത്തില്ല, എല്ലാം തട്ടി. പക്ഷേ ഞാൻ അവിടെ തന്നെ ഒന്നുകൂടെ കയറ്റി വെച്ചു. പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കരമായ മഴയൊക്കെ പെയ്തു പെട്ടെന്ന് കേട്ടോ. നമ്മുടെ വെതർ മാറുന്നത് വളരെ പെട്ടെന്നാണ്. അതായത് ഇപ്പോൾ ഒരു നല്ല വെയിൽ വരുവാണെങ്കിൽ അടുത്തൊരു മിനിറ്റിൽ ഭയങ്കരമായ മഴയും വരും. അപ്പോൾ ഇങ്ങനെയാണ് മാറി മാറി. ഇത് മൺസൂണിൽ ഇങ്ങനെ ആണല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിർത്താതെ അങ്ങ് മഴയായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം രാവിലെയൊക്കെ കുറച്ച് തെളിച്ചമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അത്ര അൺഎക്സ്പെക്റ്റഡായിട്ടാണ് ഇപ്പം മഴ പെയ്യുന്നത്. ഓക്കെ, ശരി ഫ്രണ്ട്സ്. അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഈ പറമ്പിലൊക്കെ ഈ മെഷീൻ വെച്ച് പുല്ലടിക്കുന്നതും അത് നമ്മൾ ഈ പണിക്കാരെ വെച്ച് പുല്ല് പറിച്ചെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതായത് നമ്മൾ ഈ മെഷീൻ വെച്ച് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ മണ്ടഭാഗം മാത്രം അത് പോവുകയും അടിയിൽ നല്ല കട്ടിയായിട്ടുള്ള വേരുള്ളത് കൊണ്ട് തന്നെ വീണ്ടും അത് നല്ല ശക്തിയായിട്ട് വളർന്നു വരികയും ചെയ്യും. പക്ഷേ പുല്ല് നമ്മൾ പറിച്ച് കളയുവാണെങ്കിൽ, വേരോടെ പറിച്ച് കളയുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് കൂടുതൽ കാലം നിൽക്കും കേട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആ ഭാഗമൊക്കെ നമ്മൾ പുല്ല് വെച്ച് അടിച്ച് കളഞ്ഞതാണ്. അതുകൊണ്ടാണ് നീറ്റായിട്ട് കിടക്കുന്നത്. പിന്നെ കുറേ ഭാഗമുള്ളത് നമ്മൾ കൈ കൊണ്ട് പണിക്കാരെ നിർത്തി പറിച്ച് കളയാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ശരി, ബൈ.